ഇന്നൊരു പ്രഹസന സമരം കണ്ടു. പ്രഹസന സമരം എന്ന് പറഞ്ഞാൽ ഒരു രാഷ്ട്രീയ പാർട്ടി ഈ പറയുന്ന ദുരിതബാധിതർക്ക് വീട് നിർമ്മിച്ചു നൽകാം എന്ന് പറയുന്നതും സർക്കാർ നിർമ്മിച്ചു നൽകുന്ന വീട് എന്നുള്ളതും രണ്ട് കാര്യമാണ്. സർക്കാരിനാണ് ഉത്തരവാദിത്തം. രാഷ്ട്രീയ പാർട്ടി അവരുടെ നിലപാട് വ്യക്തമാക്കുന്നു. അത് ഏത് രാഷ്ട്രീയ പാർട്ടിയായാലും അവർ നിർമ്മിച്ചു നൽകിയാൽ അവരത് ജനങ്ങളോട് ചെയ്യുന്ന കടമ, അത് ജനങ്ങൾ അതിനോട് പ്രതികരിക്കുകയും ചെയ്യും. കോൺഗ്രസ് ശരിയാണ്, കോൺഗ്രസ് അതിലൊരു കണക്ക് വ്യക്തമാക്കിയിട്ടില്ല. സണ്ണി ജോസഫ് നമ്മുടെ തന്നെ നേതാവിൽ പറഞ്ഞത് അദ്ദേഹത്തിന്റെയും സണ്ണി ജോസഫിന്റെയും പ്രതിപക്ഷ നേതാവിന്റെയും ഒരുമിച്ചുള്ള അക്കൗണ്ടിലേക്കാണ് പണം വന്നിട്ടുള്ളത്. ജോയിന്റ് അക്കൗണ്ടാണ്. ജോയിന്റ് അക്കൗണ്ടിലേക്ക് പണം വന്നിരിക്കുന്നു എന്ന് പറയുന്നു. മാത്രമല്ല യൂത്ത് കോൺഗ്രസ് നൽകിയ തുകയും എന്ന് പറഞ്ഞിട്ടുണ്ട്. എനിക്ക് എത്രയെന്ന് ഇപ്പോൾ ഓർമ്മയില്ല, പറഞ്ഞു. എന്തായാലും തുക വന്നിട്ടുണ്ട് എന്ന് പറയുന്നു. അപ്പോൾ നിർമ്മാണം നടന്നിട്ടില്ല, തുടങ്ങിയിട്ടില്ല, നമ്മൾ കാണുന്നുണ്ട്. ആ ദൃശ്യങ്ങൾ നമുക്ക് കണ്ടു കഴിഞ്ഞു. അത് ഒരു കാഴ്ചയാണ്. അപ്പോൾ കോൺഗ്രസ് നിർമ്മിച്ചു നൽകാത്ത വീടിനെ ചൊല്ലി ഡിവൈഎഫ്ഐ അവിടെ എന്തിനാണ് പ്രഹസന സമരം അവിടെ കൊടികുത്തി കാണിച്ചത്? ഈ തെരഞ്ഞെടുപ്പ് കാലത്തെ ഏറ്റവും ഒരു അശ്ലീല സമരമായിട്ട് ഞാൻ അതിനെ കാണുകയാണ് കേട്ടോ. കാരണം എന്താണെന്ന് വെച്ചാൽ ഈ ദുരന്തബാധിതർക്ക് വീട് നിർമ്മിച്ചു നൽകാൻ ഉത്തരവാദിത്തം സർക്കാരിനാണ്. അപ്പോൾ ഈ നിർമ്മാണം എത്രയാണ്? 178 വീടുകളാണല്ലോ കൈമാറിയത്. ഈ തെരഞ്ഞെടുപ്പ് വിജ്ഞാപനത്തിന് തൊട്ട് മുൻപ് തന്നെ മാർച്ച് 1 വളരെ വേഗത്തിൽ ആ ഉദ്ഘാടനം നിർവഹിക്കുകയും താക്കോൽ നൽകുകയും ചെയ്യുന്നു. 178 വീടുകൾ. ആ 178 വീടുകൾ പൂർണ്ണമായിട്ടുണ്ടോ? വീട് നിർമ്മിച്ചിട്ടുണ്ട്. അവിടെ കറണ്ടില്ല, വെള്ളമില്ല, ഒരു സംവിധാനവുമില്ല. ഇപ്പോൾ അവിടേക്ക് ആർക്കും താമസിക്കാൻ കഴിയില്ല. ആ പണി പൂർത്തിയായിട്ടില്ല. ഈ മാർച്ച് ഈ പറഞ്ഞ സമയത്തിന് മുമ്പ് വളരെയധികം നിരവധി തൊഴിലാളികൾ അവിടെ പണിയെടുത്തിരുന്നു. ആ തൊഴിലാളികൾ ഒരു 2300ഓളം തൊഴിലാളികൾ പണിയെടുത്തിരുന്നു വളരെ വേഗത്തിൽ. അതായത് ആ താക്കോൽ കൈമാറുന്നതിന് മുമ്പ്. ആ കൈമാറ്റത്തിന് ശേഷം തൊഴിലാളികളുടെ എണ്ണം അങ്ങോട്ട് വെട്ടിക്കുറച്ചു. ഇപ്പോൾ അത്ര